രണ്ട് തലമുറ നേതാക്കളെ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത നേതാക്കൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മളൊരു കട്ട ക്രൈസിസിലൂടെ പോകേണ്ടി വരും. കാരണം ആളുകൾ പ്രശ്നങ്ങൾ കാര്യമായി ബാധിക്കാത്ത, അതിനു മുമ്പ് നമ്മൾ ഗ്ലോബൽ പൊളിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ വേൾഡ് വാഴ്സ് വലിയ ലീഡേഴ്സിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആഗോള സാമ്പത്തിക പ്രശ്നങ്ങൾ വലിയ പൊളിറ്റിക്കൽ അൺട്രസ്റ്റ് ഉണ്ടാക്കുന്നു. അതിന് ലീഡർഷിപ്പ് ഉണ്ടായി വരികയും ചെയ്യും. ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കലുഷിതമാകുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ യങ് ലീഡേഴ്സ്, നമ്മളിപ്പോൾ പറയുമല്ലോ ചെറുപ്പക്കാർക്ക് രാഷ്ട്രീയ ബോധമില്ല, ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിൽ താല്പര്യം കാണിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട ഒരു ആവശ്യം അവർക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടില്ല. നേരെ മറിച്ച് ജോലിയില്ല, പട്ടിണിയാണ്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പം പീപ്പിൾ വിൽ ഫീൽ ദ നീഡ് ടു ആക്ട്. അപ്പോൾ ഈ മതം എന്ന് പറയുന്നൊരു സംഗതി മനുഷ്യൻ്റെ പുരോഗതിയെ തടഞ്ഞുകൊണ്ടിരിക്കുകയും ഒരു രീതിയിലും രോഗങ്ങൾ, പട്ടിണി മരണങ്ങൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ വാട്ട് ഈസ് റോങ് എന്ന ക്വസ്റ്റ്യൻ ആളുകൾ സീരിയസ് ആയിട്ട് ആലോചിക്കാൻ തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രൈസിസ് നടക്കുന്ന സ്ഥലങ്ങളിൽ സയൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് എൻ്റെ അടുത്ത് തോന്നുന്നത്. അങ്ങനെയാണ് ശരിക്കും പറയേണ്ടത് പുള്ളി, അല്ലേ?